മാം, ഇപ്പൊ നമ്മൾ ഒ പി ഡിയിൽ അൾട്രാസൗണ്ട് റൊട്ടീൻ ആയിട്ട് ചെയ്യുന്ന പേഷ്യൻസിൽ മോസ്റ്റ് ഓഫ് ആൾക്കാരിൽ നമ്മൾ ഒരു ഫാറ്റി ലിവർ കാണാറുണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്. സാധാരണ ഇപ്പോൾ ഒരു പേഷ്യന്റിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്, പ്രോഗ്രസീവ് ആണോ, നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? എന്താണ് മാമിന് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഫാറ്റി ലിവർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8 വയസ്സ് 10 വയസ്സ് മുതലുള്ള കുട്ടികളിൽ നോക്കുമ്പോൾ തന്നെ ഫാറ്റി ലിവർ ഉണ്ട്. പക്ഷെ അവരിൽ പ്രിവലൻസ് അല്ലെങ്കിൽ അവരിൽ നമ്മൾ ഫാറ്റി ലിവർ കാണുന്നത് ഏകദേശം ഒരു 10% വരെ വരും. പക്ഷെ അഡൾട്ട്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഷുഗർ ഉള്ള അല്ലെ പ്രമേഹം ഉള്ള അഡൾട്ട്സിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 50% വരെ ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഉണ്ട്. ഡയബറ്റീസ് ഇല്ലാത്ത ആൾക്കാരിൽ ഏകദേശം 30 മുതൽ 40% വരെ ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു സമൂഹത്തിന്റെ എത്രയോ വലിയൊരു ഭാഗത്തിന് ഈ ഒരു പ്രശ്നമുണ്ട്. ഫാറ്റി ലിവർ എന്ന് പറയുമ്പം ആദ്യഘട്ടങ്ങളിൽ ഇത് കൊഴുപ്പ് അതിൽ അടിയുന്ന അല്ലെങ്കിൽ ലിവറിൽ കൊഴുപ്പ് അടിയുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് പതുക്കെ പതുക്കെ ഫൈബ്രോസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലിവർ ചുരുങ്ങുന്ന ഒരു പ്രക്രിയയിലേക്ക് മാറും. എന്നിട്ട് അത് ഒരു ക്രോണിക് ലിവർ ഡിസീസ് അല്ലെങ്കിൽ ഒരു സിറോസിസ് അല്ലെങ്കിൽ ഗുരുതരമായ കരൾ രോഗം എന്ന് പറയുന്ന സിറോസിസിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പ്രക്രിയ വളരെ എളുപ്പം നടക്കുന്നതല്ല, വളരെ സ്ലോ ആയിട്ട് വർഷങ്ങൾ എടുത്താണ് നടക്കുന്നത്. എങ്കിലും ഒരു ഗുരുതരമായ കരൾ രോഗം ഇതിൽ നിന്ന് വരില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതൊരു ഗുരുതരമായ കരൾ രോഗം അഥവാ സിറോസിസിലേക്ക് പതുക്കെ പതുക്കെ നടന്നെടുക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിനെ റിവേഴ്സ് ചെയ്യാമോ എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ ആണ്, പക്ഷെ അത്ര എളുപ്പമല്ല. റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 10% വെയിറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ജീവിതശൈലിക്ക് പാടെ ഒരു മാറ്റം വരുത്തുക. ഒരുപാട് ഊർജമടങ്ങിയ ആഹാരവും അതുപോലെ തന്നെ വ്യായാമരാഹിത്യവുമാണല്ലോ ഇതിന്റെ പ്രശ്നം. ഇത് തന്നെയാണ് ഫാറ്റി ലിവറിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഈ പ്രശ്നങ്ങൾ നമ്മൾ കാര്യമായി അഡ്രസ് ചെയ്യുവാണെങ്കിൽ, ഇതിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫാറ്റി ലിവർ ഒരു പരിധിവരെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ പുതിയ വന്നിരിക്കുന്ന വെയിറ്റ് ലോസ് മെഡിസിൻസ് കൊണ്ട് GLP-1 RAs എന്ന് പറയും, ഇവ കൊണ്ട് നമ്മൾ ഫാറ്റി ലിവർ ഗ്രേഡ് 3 ആയിരുന്നത് ഗ്രേഡ് 0യിലേക്ക്, അതായത് ഫാറ്റി ലിവർ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാറുണ്ട്. അത് മരുന്നിന്റെ മാത്രം കോൺട്രിബ്യൂഷൻ എന്ന് പറയാൻ സാധിക്കില്ല, അത് വെയിറ്റ് ലോസ് കൊണ്ടുണ്ടാകുന്ന മെച്ചപ്പെടലാണ്. അപ്പൊ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ജീവിതശൈലിയുടെ മാറ്റങ്ങൾ കൊണ്ടോ മരുന്നുകൾ കൊണ്ടോ എങ്ങനെ വരുത്തിയാലും ശരി, ഫാറ്റി ലിവർ നന്നായി റിവേഴ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.